അയാൾ അങ്ങനെ സാറെ ഉർവശിക്കിട്ട് നല്ലൊരു അടി വെച്ച് അങ്ങ് കൊടുക്കുകയാണ്. എന്നിട്ട് അവളോട് പറയുന്നുണ്ട്, ഞാനേ കോടികൾ മുടക്കിയിട്ട് ഈ ജപ്തിന്ന് കണിമംഗലം രക്ഷിക്കാൻ എനിക്ക് വട്ടൊന്നുമില്ലായിരുന്നു. പക്ഷേ ഇത്രയും പണമൊക്കെ ഞാൻ മുടക്കി കണിമംഗലം രക്ഷിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഞാൻ ഇവിടെ എൻ്റെ ആഗ്രഹങ്ങളൊക്കെ നടപ്പിലാക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പം ഞാൻ എന്ത് കൽപ്പിക്കുന്നു അതൊക്കെ പറഞ്ഞ് അനുസരിച്ച് ഇവിടെ നിന്നോണം. അല്ല എന്നുണ്ടെങ്കിൽ എന്നെ അനുസരിക്കാൻ വയ്യ എന്നുണ്ടെങ്കിൽ ഈ കണിമംഗലം വിട്ട് ഇറങ്ങിക്കോണം, എവിടേക്കെങ്കിലും പോയിക്കോണം, ഈ വീട്ടിൽ നിൽക്കാൻ പറ്റില്ല എന്നുള്ള കാര്യമൊക്കെ എന്തായാലും സാറ ഉർവശിനോട് അങ്ങ് പറയാണ്. അപ്പോൾ ഈ ഉർവശി ആകെ ടെൻഷനായിട്ട് തല താഴ്ത്തി അങ്ങ് അവിടെ നിന്ന് അങ്ങ് പോകുന്നൊക്കെ ഉണ്ട്. എന്നിട്ട് സാറ് നേരെ ചന്ദ്രശേഖരനോട് പറയുന്നുണ്ട്, സോറി ചന്ദ്രശേഖര, ഞാൻ അവളെ തല്ലിയതിന് എനിക്ക് ഈ ഒരു കാര്യം ഏൽപ്പിച്ചാൽ അത് തീരെ ഉത്തരവാദിത്വ ബോധമില്ലാതെ ഇങ്ങനെ ചെയ്തു വരുന്നവരെ ഒട്ടും ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നൊക്കെ പറയുമ്പോൾ ചന്ദ്രശേഖരന് അത് യാതൊരു കുഴപ്പമില്ല. അപ്പോൾ ചന്ദ്രശേഖരൻ പറയുന്നുണ്ട്, അതൊന്നും കുഴപ്പമില്ല സാറേ, സാറേ വിചാരിച്ച പോലെയൊക്കെ നടത്തിക്കോളൂ എന്നുള്ള മട്ടിലാണ് എന്തായാലും ചന്ദ്രശേഖരൻ അവളോട് അങ്ങ് സംസാരിക്കുന്നത്. ഉർവശി എന്തായാലും നേരെ പത്മിനിയോടാണ് പോയി പറയുന്ന സങ്കടങ്ങളെല്ലാം. അപ്പോൾ ഈ പത്മിനിയോട് ഇങ്ങനെ പറയുന്നുണ്ട്, കണ്ട് എടുത്ത് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് അവിടെ പോയി അവരോട് ഒരുപാട് വിളിച്ച് കെഞ്ചിയതാണ്, അവരോട് രണ്ടുപേരോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട്, പക്ഷെ അവർ വരില്ല എന്നാണ് തീർത്തും പറഞ്ഞത്. അതുകൊണ്ട് അവർ വരില്ല എന്നൊക്കെ ഞാൻ ഇവരോട് പറഞ്ഞിട്ട് എനിക്ക് കിട്ടിയ ശിക്ഷ കണ്ടോ, ഞാൻ ഇത്രയും ചെയ്തിട്ടും അവരെനിക്ക് തന്നൊരു ശിക്ഷ ഇതുപോലെ തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ പത്മിനി പറയുന്നുണ്ട്, അല്ല ഉർവശി നീ എന്താ ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ ഉർവശി പറയുന്നുണ്ട്, അത് പിന്നെ ഏടത്തി ഒന്ന് വിളിച്ചിട്ട് പറയാം അമ്മനോടും രാധികനോടും ഒന്ന് ഇങ്ങോട്ട് വരാൻ, അവരോട് നിങ്ങൾ വിളിച്ച് പറഞ്ഞാൽ എന്തായാലും അവർ വരും, അങ്ങനെ ഒരു പൂജയ്ക്ക് വേണ്ടിയിട്ട് വരണം എന്നൊക്കെ പറഞ്ഞാൽ തീർച്ചയായിട്ടും അവർ വരും. മാത്രമല്ല ചന്ദ്രേട്ടനോടും കൂടി നിങ്ങളൊന്ന് പറയുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കണം. അപ്പോൾ പത്മിനി പറയുന്നുണ്ട്, നീ വിചാരിച്ച കാര്യങ്ങളൊക്കെ എന്തായാലും എനിക്ക് മനസ്സിലായി, പക്ഷെ നടക്കില്ല ഉർവശി, ഞാൻ അങ്ങനെ ഒന്നും ചെയ്യില്ല. കാരണം നിൻ്റെ അഹങ്കാരം കൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഇപ്പോഴെങ്കിലും നിനക്ക് നല്ലത് ഏത് ചീത്തത് ഏത് എന്നുള്ളതൊക്കെ തിരിച്ചറിയാനുള്ളൊരു ബോധം വന്നല്ലോ. പിന്നെ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യാതിരിക്കുന്നത് ഒന്ന് എന്ന് പറയുന്നത്, ഈ കണിമംഗലത്തിൻ്റെ ഈ ചാവി എന്ന് പറയുന്നത് ഇപ്പോൾ എൻ്റെ കയ്യിലല്ല, അധികാരം മൊത്തം നിൻ്റെ കയ്യിലാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ഒരു ജോലിക്ക് നിൽക്കുന്ന ഒരു സ്ത്രീ മാത്രമാണ്, അതുപോലെയുള്ളൊരു പരിഗണനയല്ലേ എനിക്കുള്ളൂ. അതുകൊണ്ട് ഒരു വാല്യൂ ഒരു പരിഗണനയും ഇല്ലാത്ത എനിക്ക് ഞാൻ പിന്നെ ഇതൊന്നും ചെയ്യേണ്ട ഒരു ആവശ്യമില്ലല്ലോ എന്നൊക്കെ പത്മിനി എന്തായാലും ഉർവശിനെ അങ്ങ് കൈ ഒഴിയാണ്. എന്നിട്ട് ഉർവശിനോട് പറയുന്നുണ്ട്, നിനക്കുള്ളൊരു ശിക്ഷയായിരിക്കും വേണമെങ്കിൽ ഇത്, നീ ചെയ്തു കൂടി തെറ്റുകൾക്കൊക്കെ ഉള്ള ശിക്ഷയായിരിക്കും ഇത്, എന്നിട്ടെങ്കിലും നിനക്ക് ഈ തെറ്റുകളൊക്കെ ഒന്ന് മനസ്സിലാക്കി ഒരു ബോധം വന്നിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അതില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എനിക്കൊന്നും പറയാനും വയ്യ എന്നൊക്കെ പറഞ്ഞിട്ട് പത്മിനി എന്തായാലും അവളെ കൈ ഒഴിഞ്ഞ് അങ്ങ് പോവാണ്. അപ്പോൾ ഉർവശി ആകെ ടെൻഷൻ ആകുകയാണ്. വീണ്ടും ഇനി അവരെ പിടിച്ച് തന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാതിരുന്നാൽ ഇവിടുന്ന് പുറത്ത് പോകേണ്ടി വരും എന്നുള്ള നല്ല ധാരണയിലാണ് ഉർവശി അങ്ങ് നിൽക്കുന്നത്. പിന്നെ ആ മെൻ്റൽ ഹോസ്പിറ്റലിൽ ACP ആ സംഘവും കൂടിയിട്ട് മെൻ്റൽ ഹോസ്പിറ്റലിലേക്ക് അങ്ങ് വരികയാണ്. ആ സമയത്താണെങ്കിൽ നമ്മുടെ ശ്യാമക്കും അമൃതയ്ക്ക് ഈ ഡോക്ടർ എന്തൊക്കെയാണ് മരുന്നൊക്കെ കുത്തിവെച്ച് അവരിങ്ങനെ നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ അവിടെ കൂടെ തന്നെ ഒരു സെക്യൂരിറ്റി ഒരു നേഴ്സൊക്കെ ഉണ്ട് ആ റൂമിൽ. അപ്പോൾ ഈ നേഴ്സിനോടൊക്കെ എന്തൊക്കെയോ ഇങ്ങനെ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇവരെ പറ്റി എന്തൊക്കെയോ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഈ പോലീസും സംഘവും ആ ഒരു മെൻ്റൽ ഹോസ്പിറ്റലിലേക്ക് അങ്ങ് കിടന്ന് വരുന്നത്. അപ്പോൾ ഇവർ പെട്ടെന്ന് തന്നെ അങ്ങനെ കയറി പോയിട്ട് ആ ഡോക്ടറിൻ്റെ റൂമിൽ അങ്ങ് കയറിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഡോക്ടറിനെ അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഡോക്ടർ ഈ റൂമിലേക്ക് വരുന്ന സമയത്താണ് എന്തായാലും പോലീസുകാരെല്ലാവരും കൂടി അങ്ങ് കാണുന്നത്. അപ്പോൾ എന്തായാലും അയാൾക്ക് ചെറിയൊരു ഭയമൊക്കെ വരുന്നുണ്ട്. പക്ഷേ അയാൾ ഇങ്ങനെ അയാളുടെ സീറ്റിൽ ഇരുന്നിട്ട് എന്താ സർ കാര്യം എന്നൊക്കെ അങ്ങനെ ചോദിക്കാനും. അപ്പോൾ ഈ ACP പറയുന്നുണ്ട്, ഞങ്ങൾ ഈ ഹോസ്പിറ്റലിൽ ഒന്ന് റെയ്ഡ് ചെയ്യാൻ വന്നതാണ്, ഞങ്ങൾക്ക് ഇവിടെ മൊത്തത്തിലൊന്ന് അരിച്ചു പെറുക്കണം, ആദ്യം ഈ ഹോസ്പിറ്റലിൻ്റെ റെക്കോർഡ്സ് ഒന്ന് കാണിച്ച് എന്നൊക്കെ അങ്ങനെ പറയാണ്. അപ്പോൾ എത്ര പേഷ്യൻറ്റുകൾ ഇവിടെ റെക്കോർഡിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള ആ ഒരു ബുക്ക് അയാൾ അങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഈ ഡോക്ടർ പറയുന്നുണ്ട് ആ ഒരു സെക്യൂരിറ്റിനോട് ആ റെക്കോർഡ് എടുത്തു വാ എന്നൊക്കെ അങ്ങനെ പറയാണ്. അപ്പോൾ അയാൾ റെക്കോർഡ് എടുക്കാൻ പോയ സമയത്ത് ഈ ഡോക്ടർ എങ്ങനെയെങ്കിലും ഈ ACPനെയും കൂടി അയാളുടെ വലയിലാക്കണം എന്നുള്ള ധാരണയിൽ ആദ്യം ഒന്നിങ്ങനെ എറിഞ്ഞു നോക്കുന്നുണ്ട്. അതെ സാറിൻ്റെ അനിയനല്ല ഇൻഫോസിസിൽ വർക്ക് ചെയ്യുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ACP പറയുന്നുണ്ട്, അതിന് എന്നൊക്കെ ഇങ്ങനെ അയാളുമായിട്ട് യാതൊരു കണക്ഷനും താല്പര്യമില്ലാത്ത മട്ടിലാണ് എന്തായാലും ACP സംസാരിക്കുന്നത്. അപ്പോൾ അയാളുടെ ആ ഒരു പ്രതികരണം കാണുമ്പോൾ ഇയാൾ പറയുന്നുണ്ട്, അതിനൊന്നുമില്ല, ഞാൻ വെറുതെ ചോദിച്ചതാണ്, ഞാൻ ഒരിക്കലും പരിചയപ്പെട്ടിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയാണ്. എന്നിട്ട് ഇയാൾ വീണ്ടും ഇങ്ങനെ ചിന്തിച്ചിട്ട് ഈ ഡോക്ടർ വീണ്ടും പറയാണ്, അതെ എന്തെങ്കിലുമൊക്കെ ഒരു സഹായം വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എത്തിച്ചോളാം എന്ന് ഒരു കൈക്കൂലി ഉദ്ദേശിച്ച് അയാൾ ഇൻഡയറക്റ്റ് ആയിട്ട് അങ്ങ് പറയാണ്. അപ്പോൾ ഇയാൾ പറയുന്നുണ്ട്, അതെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ ഞാൻ മുഖത്തോട് മുഖം നോക്കിയിട്ടാണ് പറയുന്നത്, പിന്നീടല്ല എന്നുള്ള കാര്യം ACP അപ്പം തന്നെ അങ്ങ് പറയാണ്. അപ്പോഴേക്കും ആ ഒരു സെക്യൂരിറ്റി ആ ഒരു റെക്കോർഡും കൊണ്ട് അങ്ങ് വരുന്നൊക്കെ ഉണ്ട്.
അപ്പോൾ ഈ റെക്കോർഡും കൊണ്ട് വന്നിട്ട് അയാൾക്ക് അങ്ങ് കാണിച്ചു കൊടുക്കുകയാണ് ഈ ഡോക്ടർ. അപ്പോൾ ഈ ACP ചെക്കൊക്കെ ഇങ്ങനെ ചെയ്തതിൻ്റെ ഇടയിൽ ആ വിച്ചുവിൻ്റെ പേരങ്ങ് കാണുന്നുണ്ട്. അപ്പോൾ ഇയാളിങ്ങനെ ചോദിക്കുന്നുണ്ട്, അല്ല വിച്ചു എത്ര കാലമായി ഇവിടെ അഡ്മിറ്റ് ആയിട്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇയാൾ പറയുന്നുണ്ട് ഒരു 3-4 മാസമൊക്കെ ആയി എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ ഈ ഡോക്ടറോട് ഈ ACP പറയുന്നുണ്ട്, എനിക്കെന്തായാലും ആ ചെറുക്കനെ ഒന്ന് കാണണം, അവനോടൊന്ന് സംസാരിക്കാനുണ്ട് എന്നൊക്കെ അങ്ങനെ പറയണേ. അപ്പോൾ ഓക്കെ സർ എന്നൊക്കെ ഇങ്ങനെ പറയണേ. എന്നിട്ട് വീണ്ടും ഈ ACP ശ്യാമയുടെയും അമൃതയുടെയും പേരാണ് അവിടെ തപ്പുന്നത്. പക്ഷേ മൊത്തത്തിൽ ആ ബുക്ക് തപ്പിയിട്ടും ആ ഒരു പേര് അവിടെ കാണുന്നില്ല. അപ്പോൾ ഇയാൾ ചോദിക്കുന്നുണ്ട്, അല്ല ഈ ശ്യാമയുടെ അമൃതയുടെയും പേര് ഇതിൽ വേറെ പേരെന്തെങ്കിലും ആയിട്ടാണ് രജിസ്റ്റർ ചെയ്തത് എന്നങ്ങ് ചോദിക്കാനും. അപ്പോൾ ഈ ഡോക്ടർ ഒന്ന് ഞെട്ടുകയാണ്. അപ്പോൾ ഈ ഡോക്ടർ പറയുന്നുണ്ട്, എന്താ സർ എന്താ ചോദിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ ഈ പ്രശസ്ത ഗായികയല്ലേ ശ്യാമ, അവരുടെ കൂടെ ഉള്ളൊരു സ്ത്രീയുണ്ട് അമൃത, അവരുടെ രണ്ടുപേരുടെയും പേര് വേറൊരാളുടെ പേരിലാണോ ഇവിടെ രജിസ്റ്റർ ചെയ്തത് എന്നാണ് ഞാൻ ചോദിച്ചത് എന്നൊക്കെ ചോദിക്കാണ്. അപ്പോൾ ഈ ഡോക്ടർ പറയുന്നുണ്ട്, അങ്ങനെ ഒരു പേഷ്യൻ്റ് ഇവിടെ വന്നിട്ടേ ഇല്ലല്ലോ സർ എന്നൊക്കെ അങ്ങനെ പറയണം. പക്ഷേ ഞങ്ങൾക്ക് കിട്ടിയ ഇൻഫോർമേഷൻ അനുസരിച്ച് ഇവിടെ ഉണ്ട് എന്നാണല്ലോ എന്നൊക്കെ അങ്ങനെ പറയണേ. അപ്പോൾ ഈ ഡോക്ടർ പറയുന്നുണ്ട്, സർ അതെന്തായാലും ഒരു തെറ്റായ ഇൻഫർമേഷൻ ആയിരിക്കും, അങ്ങനെ ഒരു ആൾക്കാരൊന്നും ഇവിടെ ഇല്ല, അങ്ങനെ ഒരു പേഷ്യൻറ്റിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുമില്ല എന്നൊക്കെ പറയണം. അപ്പോൾ ഈ ഡോക്ടറോട് ഈ ACP സംഘം പറയുന്നുണ്ട്, അവരെന്തായാലും ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ഉറപ്പാണ്, ഞങ്ങൾ കണ്ടെത്തിക്കോളാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവരെന്തായാലും സെർച്ച് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഈ സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ആ റൂമിൽ നിന്ന് അങ്ങ് ഇറങ്ങുന്ന സമയത്ത് ഈ ഡോക്ടർ പെട്ടെന്ന് തന്നെ അവിടെയുള്ള ബാക്കി ഒരു നേഴ്സിനൊക്കെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ആ സെക്യൂരിറ്റിമാരോടൊക്കെ അവരെ അവിടെ നിന്ന് അങ്ങ് മാറ്റാനുള്ള ഒരു ഇൻഫോർമേഷൻ അങ്ങ് ഈ ഡോക്ടർ കൊടുക്കുകയാണ്. അപ്പോൾ ആ സമയം കൊണ്ട് ഇവരങ്ങനെ സെർച്ച് ചെയ്ത് പോവുകയാണ് ACP സംഘവും. അവസാനം നമ്മുടെ വിച്ചുവിൻ്റെ റൂമിൽ അങ്ങ് എത്തുന്നുണ്ട്. ആ വിച്ചു അവിടെ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഇവൻ്റെ അടുത്തേക്ക് അങ്ങ് വരുന്ന സമയത്ത് ഇവന് പോലീസുകാരൊക്കെ ഭയന്നിട്ട് പെട്ടെന്ന് തന്നെ എണീറ്റ് അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ACP പറയുന്നുണ്ട്, മോൻ പേടിക്കൊന്നും വേണ്ട, മോൻ്റെ അമ്മ പറഞ്ഞിട്ട് വന്നതാണ് ഞാൻ എന്നൊക്കെ പറയാണ്. അപ്പോൾ ആ മോന് ചെറിയൊരു ആശ്വാസമൊക്കെ വരികയാണ്. അപ്പോൾ ഈ മോനോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ACP, അല്ല മോനെ, നീ ഇവിടെ രാധികേച്ചിയുടെ പോലെ തന്നെ ഒരു സ്ത്രീനെ കണ്ടു എന്നൊക്കെ പറഞ്ഞില്ലേ, അവരുടെ റൂം ഏതാണ് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഇവന് ആദ്യം ഒന്നും ഇങ്ങനെ ചിന്തിച്ചിട്ട് അവൻ പറയുന്നുണ്ട്, വാ ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ആ പോലീസുകാരെയും കൊണ്ട് അങ്ങ് പോവുകയാണ്. അവൻ പോകുന്ന സമയത്ത് ഇവർ പെട്ടെന്ന് തന്നെ ഒരു റൂമിലേക്ക് അങ്ങ് ഇവനെ എത്തിക്കുന്നുണ്ട്. അപ്പോൾ നോക്കുന്ന സമയത്ത് ആ റൂമിൽ 2 ബെഡും കാലിയായി കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ വിച്ചു പറയുന്നുണ്ട്, അയ്യോ അവരെവിടെ പോയി, അവർ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, അവരിവിടെ ഇരുന്ന് കിടന്നിരുന്നത് എന്നൊക്കെ ഈ പോലീസുകാരോട് പറയാണ്. അപ്പോൾ ഇവർ മൊത്തത്തിൽ നോക്കുമ്പോൾ അവിടെ ആരും തന്നെ ഇല്ല, ഒരു കാലിയായിട്ടുള്ളൊരു റൂമാണ് കാണുന്നത്. അപ്പോൾ തന്നെ ഇവനിങ്ങനെ പറയുന്നുണ്ട്, ഇവിടെ ഉണ്ടായിരുന്നു സാറ്, അവർ ഇവിടെ തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നത്, ഇവിടെ തന്നെ ആയിരുന്നു കിടന്നിരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഇവർ മൊത്തത്തിലൊന്ന് സെർച്ച് ചെയ്തിട്ട് കിട്ടാതെ അങ്ങനെ പുറത്തിറങ്ങി പോരുകയാണ്. അപ്പോൾ ആ റൂമിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് തന്നെ ഈ ഡോക്ടർ അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഈ ഡോക്ടർ പറയുന്നുണ്ട്, സർ ഞാൻ പറഞ്ഞതല്ലേ, നിങ്ങൾ എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ കിട്ടുന്നതിൻ്റെ മുന്നേ തന്നെ പെട്ടെന്ന് തന്നെ ചാടി കയറി വരുന്നതിൻ്റെ മുന്നേ അതിൻ്റെ പിന്നിലൊക്കെ സത്യാവസ്ഥ ഒന്ന് നോക്കേണ്ടിയിരുന്നില്ലേ, അങ്ങനെ ഒരു ആൾക്കാരെ ഇവിടെ വന്നിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ സർ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ ഡോക്ടർ ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ട് ACP ചോദിക്കുന്നുണ്ട്, അതല്ല എന്താ ഈ റൂമിലൊന്നും ആളില്ലാത്തത് എന്നൊക്കെ ഇങ്ങനെ അവിടെ ഉള്ളൊരു നഴ്സിനോടും ഒക്കെ ചോദിക്കുന്നുണ്ട് ഇയാൾ. അപ്പോൾ ഇയാളോട് പറയുന്നുണ്ട്, അത് പിന്നെ സർ അവിടെ ചോർച്ചയായതുകൊണ്ട് ഡോക്ടറാണ് പറഞ്ഞത് അവിടെ ഇനി പേഷ്യൻറ്റിനൊന്നും കിടത്തണ്ടെന്ന്, കുറച്ച് കാലമായിട്ട് പേഷ്യൻസിനൊന്നും കിടത്തുന്നില്ല എന്നുള്ള കാര്യം പറയാണ്. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, അത് ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ പേഷ്യൻസിൻ്റെ സൗകര്യങ്ങളൊക്കെ നോക്കേണ്ടത് ഞാനല്ലേ, അവർക്കൊക്കെ മാനസികമായിട്ട് പ്രശ്നങ്ങളുള്ള ആളുകളാണ്, അപ്പോൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ നിൽക്കലുള്ളൂ, അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കലുള്ളൂ. അവിടെ ഒരു ലീക്ക് ഉണ്ടായതിനാണ് എൻ്റെ പേഷ്യൻസ് അങ്ങനെ വെള്ളത്തിലൊന്നും കഷ്ടപ്പെടണ്ട എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ അവിടെ ഒരു പേഷ്യൻറ്റിനെ നിർത്താതിരുന്നത് എന്നുള്ള കാര്യം അങ്ങ് പറയാണ്. അപ്പോൾ ഈ ACPക്ക് അത്ര വലിയ വിശ്വാസമൊന്നും എന്തായാലും ഡോക്ടർ വന്നിട്ടില്ല. അപ്പോൾ ഈ ബാക്കിയുള്ളവരോട് നിങ്ങളെല്ലാവരും കൂടി ബാക്കിയുള്ളവരൊന്ന് മൊത്തത്തിലൊന്ന് സെർച്ച് ചെയ്യുക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു റൂമിലേക്ക് അങ്ങ് കയറുകയാണ്. അവിടെയാണെങ്കിൽ ഒരുപാട് വേസ്റ്റ് സാധനങ്ങളൊക്കെ അങ്ങ് കൊണ്ടിട്ടിട്ടുണ്ട്, ഒരുപാട് പെട്ടി കടലാസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുപോയിട്ടിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഈ ശ്യാമനെ അമൃതേനെയും വായിലൊക്കെ പ്ലാസ്റ്ററൊക്കെ ഒട്ടിച്ച് നല്ല ഉറക്കത്തിൻ്റെ എന്തൊക്കെ ഇഞ്ചക്ഷനൊക്കെ ചെയ്തിട്ടായിരിക്കും, നല്ല ഉറക്കമാണ് 2 പേരും, അതിൻ്റെ ഉള്ളിൽ അങ്ങ് കൊണ്ടിട്ടിട്ടുണ്ട്. അതിൻ്റെ മേലെയാണ് ഒരുപാട് പേപ്പർ വേസ്റ്റുകളും എല്ലാം കൂടി അങ്ങ് കുന്നുകൂട്ടി ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഈ പോലീസുകാർ മൊത്തത്തിൽ അങ്ങ് സെർച്ച് ചെയ്യുന്നുണ്ട്, കൂടെ ആ സെക്യൂരിറ്റി കൂടെ തന്നെ അങ്ങനെ പോയിട്ടുമുണ്ട്. അപ്പോൾ ഇവരിങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് അവിടെ ആരും കാണുന്നില്ല. അപ്പോൾ ഈ ഡോക്ടർക്കാണെങ്കിൽ ചെറിയൊരു പേടിയൊക്കെ ഉണ്ട്, അഥവാ പിടിക്കപ്പെടുമോ എന്നുള്ളൊരു ചെറിയൊരു പേടിയൊക്കെ ഉണ്ട്. കാരണം ആ റൂമിലാണ് അവർ 2 പേരും കിടക്കുന്നത്, ഈ പോലീസുകാർ ഉള്ളതും. അതുകൊണ്ട് തന്നെ ഇവരിങ്ങനെ ഒന്ന് പുറത്തിറങ്ങുന്നതിന് മുന്നേ ആ ഒരു വേസ്റ്റിൻ്റെ ഭാഗങ്ങൾ ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് നോക്കണം. പക്ഷെ അവർ മറിച്ചിട്ടൊന്നും നോക്കുന്നില്ലെങ്കിലും അവർ പുറത്ത് കൂടെ ഇതൊക്കെ എന്താണ് എന്നുള്ള മട്ടിൽ മാത്രം അങ്ങ് നോക്കുകയാണ്. അപ്പോൾ അതൊക്കെ നോക്കി കഴിഞ്ഞതിന് ശേഷം ഇവരവിടെ നിന്ന് അങ്ങ് പോരുന്നുണ്ട്.
അപ്പോൾ അതിങ്ങ് പോന്ന് കഴിഞ്ഞതിന് ശേഷം ഇവർ ഈ ACPനോട് പറയുന്നുണ്ട്, സാർ അവിടെ ഒന്നുമില്ല എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ ഡോക്ടർ ചെറിയ ആശ്വാസം വരുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞതല്ല സാർ, ഞാൻ എൻ്റെ വാക്കുകളൊക്കെ ഞാൻ പറഞ്ഞത്, ഞാൻ ഇത്രയും സത്യസന്ധമായി കൊണ്ടുവരുന്നൊരു സ്ഥാപനം തന്നെയാണിത്, ഇവിടെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ള കാര്യം അങ്ങ് പറയാണ്. അപ്പോൾ ഈ ACP പറയുന്നുണ്ട്, എന്തായാലും ഇതുവരെയുള്ള എല്ലാ കാര്യത്തിൻ്റെ ഈ ഒരു റെക്കോർഡ്സ് എനിക്ക് കിട്ടിയിരിക്കണം, പിന്നെ ഈ ഹോസ്പിറ്റലിനെ പറ്റിയുള്ള എല്ലാ രേഖകളും സ്റ്റേഷനിൽ എത്തിച്ചിരിക്കണം എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവരവിടെ നിന്ന് അങ്ങ് ഇറങ്ങുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർ ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം ആ ഡോക്ടർ ആ നേഴ്സിനോട് സെക്യൂരിറ്റിനോടും പെട്ടെന്ന് തന്നെ വിച്ചുവിനെ അവൻ്റെ റൂമിലേക്കൊക്കെ ആക്കാനും വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ആക്ഷൻ കൊടുക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർ അവനെ ബലമായിട്ട് പിടിച്ച് കൊണ്ടുപോകുന്നൊക്കെ ഉണ്ട്. ഈ ചെക്കനാണെങ്കിൽ ഞാൻ വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിലവിളിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ അവരതൊന്നും കേൾക്കാതെ അങ്ങ് കൊണ്ടുപോകുകയാണ്. ഡോക്ടറാണെങ്കിൽ അയാളുടെ റൂമിലേക്ക് പോയിട്ട് എന്താണ് ഈ ACP സംഘമൊക്കെ സംസാരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. കൂടെയാണെങ്കിൽ ഒരു നഴ്സും സെക്യൂരിറ്റി എല്ലാവരും ഉണ്ട്. അപ്പോൾ ഈ ഒരു ACP ഇങ്ങനെ പുറത്തൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് അവിടെ നിന്ന് അങ്ങ് പോകുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഡോക്ടർ ഇങ്ങനെ പറയുന്നുണ്ട്, എന്തായാലും അവർ ഇവിടെ എത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടെ ഒളിപ്പിക്കാനുള്ള ബുദ്ധി എനിക്കറിയാം എന്നൊക്കെ ഇങ്ങനെ ഇയാളിങ്ങനെ പറയണം. അപ്പോൾ ആ നഴ്സ് പറയുന്നുണ്ട്, സാർ അപ്പോൾ വിളിച്ച് പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ നമുക്കത് മാറ്റാൻ കഴിയില്ലായിരുന്നു, അപ്പം മാറ്റിയത് കൊണ്ടാണ്, ആ റൂമിൽ നിന്ന് മാറ്റിയത് കൊണ്ടാണ് ഇപ്പോൾ രക്ഷപ്പെട്ടത് എന്നൊക്കെ പറയാണ്. അപ്പോൾ ആ ഒരു പ്യൂണും ഇങ്ങനെ പറയുന്നുണ്ട്, അതെ ഞാൻ ആ വേസ്റ്റിൻ്റെ ഇടയിൽ പോലീസ് നിന്നപ്പോൾ ആകെ പേടിച്ച് പോയിട്ട് ഞാൻ വിചാരിച്ചത് നമ്മളെ കൈയോടെ പിടികൂടി എന്നാണ്, എന്നാലും നമുക്ക് നല്ല ഭാഗ്യമുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയണേ. അപ്പോൾ ഡോക്ടർ ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഡോക്ടർ പറയുന്നുണ്ട്, എന്തായാലും ഈ പോലീസുകാർക്ക് അറിയില്ലല്ലോ അവരിങ്ങോട്ട് റെയ്ഡിന് വന്ന ഇവിടുത്തെ പേഷ്യൻസിനായിരിക്കും പിന്നെ ബുദ്ധിമുട്ട് എന്നൊക്കെ ഇങ്ങനെ പറയണേ. ആ സമയത്ത് വിച്ചുവിൻ്റെ നല്ല കരച്ചിലും കേൾക്കാം. അപ്പോൾ അവനുള്ള ശിക്ഷ അവിടെ കൊടുക്കുന്നുണ്ട് എന്നുള്ളൊരു സൂചനയിലാണ് അവിടെ കാണിക്കുന്നത്. പിന്നെ നമ്മുടെ രാധികക്ക് എന്തായാലും ആ ACP അങ്ങ് വിളിക്കുകയാണ്. അപ്പോൾ വിളിക്കുന്ന സമയത്ത് രാധികയും വരുണും കൂടിയിട്ട് അവിടെ അങ്ങനെ കട്ടിലിൽ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് വരുണിൻ്റെ ഫോൺ റിങ് ചെയ്യുന്നത്. അവൻ വരുണ് പെട്ടെന്ന് തന്നെ ഫോൺ എടുക്കുകയാണ്. അപ്പോൾ ACP പറയുന്നുണ്ട്, അതെ ഞാൻ അവിടെ പോയി എന്നുള്ള കാര്യമൊക്കെ പറയാണ്. അപ്പോൾ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ള ഡീറ്റെയിൽസ് ആക്കി എല്ലാ കാര്യങ്ങളും ഇയാളങ്ങ് പറയുന്നുണ്ട്. അപ്പോൾ ACP പറയുന്നുണ്ട്, നിങ്ങളോട് പറഞ്ഞ പോലെ ആ വിച്ചു എന്ന് പറയുന്ന ചെറുക്കന് എന്നോടും പറഞ്ഞു ശ്യാമനെ പോലെ ഒരാൾ, രാധികനെ പോലെ ഒരാൾ ഇവിടെ ഉണ്ട് എന്നൊക്കെ. എന്നിട്ട് ഞാൻ ഒരുപാട് അവിടെയൊക്കെ സെർച്ച് ചെയ്തിട്ട് ഒരു സാധനം ഒരു തുമ്പും കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യം അങ്ങ് പറയാണ്. അപ്പോൾ ഈ വരുണ് പറയുന്നുണ്ട്, സർ പറയുന്നതുകൊണ്ട് ഒന്നും തോന്നരുത്, എന്നാലും ഞാനൊരു കാര്യം പറയട്ടെ, അഥവാ ഇനി നിങ്ങൾ സെർച്ച് ചെയ്യുന്നത് കണ്ടിട്ട് അവർ അവിടെ നിന്ന് മാറ്റിയതാണെങ്കിലോ എന്നൊക്കെ അങ്ങനെ പറയണം. അപ്പോൾ ACP പറയുന്നുണ്ട്, അങ്ങനെ മാറ്റിയതാണെങ്കിൽ അവർക്ക് രക്ഷപ്പെടാൻ വേറെ വഴിയൊന്നുമില്ല, കാരണം ഞങ്ങൾ ആ ഹോസ്പിറ്റലിൽ നിരീക്ഷണത്തിലാണ്, ഞങ്ങൾ ഒരുപാട് പോലീസുകാരൊക്കെ അവിടെ നിയോഗിച്ചിട്ടുണ്ട് ആ ഹോസ്പിറ്റൽ എങ്ങനെയാണ് കൊണ്ടുപോകുന്നത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ആ കാര്യത്തിലൊന്നും പേടിക്കണ്ട, ഞങ്ങൾ എന്തായാലും നിരീക്ഷണത്തിൽ ആളുകളെ ഏർപ്പെടുത്തിയിട്ടുണ്ട്, അവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ പിടിക്കപ്പെടാനുള്ള സാധ്യതയും കൂടുതലാണ്. അങ്ങനെ അവരെ മാറ്റിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ശ്യാമനെ എത്രയും പെട്ടെന്ന് നമുക്ക് രക്ഷിക്കാം, യാതൊരു പേടിയും പേടിക്കണ്ട. പിന്നെ നിങ്ങൾ പറഞ്ഞ വിച്ചുവിൻ്റെ കാര്യം, അവന് ഈ അഡ്മിറ്റ് ചെയ്തോടത്തുനിന്ന് ഡിസ്ചാർജ് ആക്കുന്ന സമയത്ത് എന്നോടൊന്ന് ഇൻഫോം ചെയ്യണം, ഞാൻ വിളിച്ച് പറഞ്ഞുകൊണ്ട് അവനെ വിടാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ഏർപ്പാടാക്കിക്കൊണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ഈ ACP രാധികനോട്. അപ്പോൾ ഈ ഓക്കെ സാർ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അവർ കോൾ അങ്ങ് കട്ട് ചെയ്യാണ്. അപ്പോൾ കോൾ കട്ട് കഴിഞ്ഞതിന് ശേഷം ഈ രാധിക ഇങ്ങനെ ഭയങ്കര സങ്കടപ്പെട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ വരുണ് പറയുന്നുണ്ട്, എന്താടാ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ രാധിക പറയുന്നുണ്ട്, എൻ്റെ അവസാന പ്രതീക്ഷകളും ഇപ്പം നഷ്ടപ്പെട്ടിരിക്കുന്നത്, ഇപ്പം എനിക്ക് യാതൊരു പ്രതീക്ഷകളും ഇല്ല, ഇനി എൻ്റെ അമ്മനെ രക്ഷിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ വരുണ് ഇങ്ങനെ അവളെ ആശ്വസിപ്പിക്കുന്നൊക്കെ ഉണ്ട്, നീ അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ, എന്തായാലും ഇത്രയും നമ്മൾക്ക് മനസ്സിലായില്ല അവിടെ ഉണ്ട് എന്നുള്ള കാര്യം, അപ്പോൾ അത്രയും നമുക്ക് അവരെ രക്ഷപ്പെടുത്താൻ കഴിയും എന്നുള്ളൊരു സൂചന തന്നെയാണ്, നീ ഇങ്ങനെ നിരാശനാവണ്ട, നിൻ്റെ അമ്മ എന്തായാലും ഇവിടെ വരും, നമ്മളവരെ രക്ഷിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നൊക്കെ ഉണ്ട്. പിന്നെ ഈ ഡോക്ടറാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ ചന്ദ്രശേഖരൻ അങ്ങ് ഫോൺ വിളിക്കുന്നുണ്ട്. ആ ചന്ദ്രശേഖരൻ ഫോൺ വിളിക്കുന്ന സമയത്ത് ഈ ചന്ദ്രശേഖരനോട് കാര്യങ്ങളെല്ലാം ഈ ഡോക്ടർ അങ്ങ് പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു റെയ്ഡ് ഇവിടെ നടന്നിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും പറയുകയാണ്. അങ്ങനെ അവരെ മാറ്റി അവിടുന്ന് ആ റൂമിൽ നിന്ന് മാറ്റിയ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഇയാൾക്ക് അങ്ങ് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ചന്ദ്രശേഖരൻ പറയുന്നുണ്ട്, അപ്പം അതിനർത്ഥം അവർ അത്രയും അവിടെ തന്നെ എത്തി എന്നുള്ള കാര്യം തന്നെയാണ് എന്നൊക്കെ പറയാണ്. അപ്പോൾ ഈ ഡോക്ടർ പറയുന്നുണ്ട്, എടോ ഇനി എന്താ ചെയ്യേണ്ടത്, അപ്പോൾ അങ്ങ് മാറ്റിയത് കൊണ്ട് രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ ആകെ പെട്ടുപോയേനെ എന്നുള്ള കാര്യം പറയുന്നത്. അപ്പോൾ ഈ ചന്ദ്രശേഖരൻ പറയുന്നുണ്ട്, എന്തായാലും അവിടുന്ന് മാറ്റുന്നത് ഒരു റിസ്ക് തന്നെയാണ്, അവർ രണ്ടുപേരും അവിടെ തന്നെ കിടക്കട്ടെ, ഇനി അവിടുന്ന് മറ്റൊരു താവളത്തിലേക്ക് മാറ്റുക എന്നുണ്ടെങ്കിൽ പ്രശ്നം എവിടെയെന്ന് വെച്ചാൽ ഇപ്പം അവിടെ റെയ്ഡ് ഇന്ന് നടന്നതാണ്, അതുകൊണ്ട് ആ പോലീസ് നിരീക്ഷണത്തിലായിരിക്കും നിൻ്റെ ഹോസ്പിറ്റൽ എന്നുള്ള കാര്യം, പക്ഷേ നീ പേടിക്കൊന്നും വേണ്ട, ഒരു കുഴപ്പവും ഉണ്ടാകില്ല. അങ്ങനെ നമ്മൾ നിരീക്ഷണത്തിലുള്ള സമയത്ത് ഈ ശ്യാമനെ അമൃതനെ അവിടുന്ന് മാറ്റി കഴിഞ്ഞാൽ നമ്മൾ പോകുന്ന വഴിക്ക് എന്തായാലും അവർ പിടിക്കപ്പെടും, അവരെന്തായാലും നമ്മളെ നിരീക്ഷണത്തിൽ തന്നെ ആയിരിക്കും, അതുകൊണ്ട് തന്നെ അതൊരു അപകടം നിറഞ്ഞൊരു പണി തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ ഡോക്ടർ പറയുന്നുണ്ട്, അത് ശരിയാണ്, അവരവിടെ തന്നെ നിൽക്കട്ടെ എന്നാൽ എന്നൊക്കെ ഇങ്ങനെ പറയണേ. എന്നിട്ട് ഈ ഡോക്ടർ പറയുന്നുണ്ട്, എടോ താൻ ഇവിടെ
അവർ രണ്ടുപേരെ ഏൽപ്പിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു ഇതൊരു ഈസി ടാസ്ക് ആണെന്ന്. പക്ഷേ ഇതത്ര വലിയ ഈസി ഒന്നല്ല, ഇത് ഭയങ്കര റിസ്ക് പിടിച്ചൊരു ടാസ്ക് തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ ചന്ദ്രശേഖരൻ പറയുന്നുണ്ട് അത് ശരിയാണ്, ഒരു സെലിബ്രിറ്റിനെ തട്ടിക്കൊണ്ട് പോവുക എന്ന് പറയുന്നത് അത്ര വലിയ എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. പിന്നെ തട്ടിക്കൊണ്ട് പോയ അയാളെക്കുറിച്ച് ആളുകളൊക്കെ ഓരോന്ന് പുകഴ്ത്തി പറയുന്നോ എല്ലാം ഉണ്ട്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത്രയും വലിയ സെലിബ്രിറ്റി ആയ ഒരാളെ പെട്ടെന്ന് തന്നെ ആളുകൾ തിരിച്ചറിയും. അതുകൊണ്ട് തന്നെ അവരെ ഒന്ന് ഒളിപ്പിക്കുക എന്നുള്ളത് ഭയങ്കര റിസ്ക് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ നമുക്കല്ലേ അറിയൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവരെന്തായാലും ഈ ഡോക്ടറോട് പറയുന്നുണ്ട് ചന്ദ്രശേഖരനെ, ഇനി നിനക്ക് യാതൊരു പേടിയൊന്നും പേടിക്കണ്ട, നിൻ്റെ ഹോസ്പിറ്റലിന് യാതൊരു പ്രശ്നവും ഒന്നും സംഭവിക്കില്ല, ഇതൊക്കെ ഞാൻ തന്നെ ഡീൽ ചെയ്തുകൊണ്ട് നീ അങ്ങനെ പേടിക്കൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും ഫോൺ വെക്കുകയാണ്. പിന്നെ രാധികയാണെങ്കിൽ അവളുടെ അമ്മയുടെ ആ ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഭയങ്കര സങ്കടപ്പെട്ട് അങ്ങനെ നിൽക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഈ വരന് വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് നീ ഇങ്ങനെ നിരാശരാവൊന്നും വേണ്ട എന്നുള്ള കാര്യം അവളോട് അങ്ങ് പറയാണ്. അപ്പോൾ ഇവളിങ്ങനെ പറയുന്നുണ്ട് അല്ല എനിക്കൊരു സംശയം, എൻ്റെ അമ്മ എന്ന് പറയുന്ന ഒരുപാട് ആളുകൾ സ്നേഹിക്കുന്ന ഒരാളല്ലേ, ഒരുപാട് ആളുകൾക്ക് ഇഷ്ടമാണ് എൻ്റെ അമ്മയുടെ പാട്ട്, ആരാധിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പം ആ ഒരു മെൻ്റൽ ഹോസ്പിറ്റലിൽ അമ്മനെ ഇഷ്ടപ്പെടുന്ന ആരും ഉണ്ടാവില്ലേ, ഒരുപാട് പേഷ്യൻ്റ് ഉണ്ടാവില്ലേ അവിടെ. അപ്പോൾ ആ പേഷ്യൻസിൽ ആരെങ്കിലും എൻ്റെ അമ്മനെ സ്നേഹിക്കുന്ന ആരും ഇല്ലേ അവിടെ എന്നൊക്കെ ഇങ്ങനെ പറയണേ. അവൻ വരന് പറയുന്നുണ്ട് എടോ അത് അങ്ങനെ ഒരു ഹോസ്പിറ്റലല്ലേ, അപ്പോൾ അതിനനുസരിച്ചുള്ള ആളുകളല്ലേ അവിടെ എടുക്കുള്ളൂ. ഇനി എങ്ങാനും ഈ നല്ലവരായ ആളുകളൊക്കെ അവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർ പീഡിപ്പിച്ച് നിർത്തും, അവർ ഭീഷണിപ്പെടുത്തിയൊക്കെ നിർത്തും. അതുകൊണ്ട് തന്നെ പുറത്ത് വിടാനുള്ള ഒരു സാഹചര്യം അവർ ഉണ്ടാക്കുകയുമില്ല. അതുകൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. നിൻ്റെ അമ്മക്ക് ഒരുപാട് ആരാധകരൊക്കെ ഉണ്ടാകും, പക്ഷേ അതുകൊണ്ടായിരിക്കും ആ ഹോസ്പിറ്റലിൽ അങ്ങനെയൊന്നും ഉണ്ടാകാത്തത്. എന്തായാലും നമുക്ക് നിൻ്റെ അമ്മനെ കണ്ടെത്താം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എന്തായാലും അവിടെ എപ്പിസോഡ് അവസാനിക്കുന്നുണ്ട്. പിന്നെ നാളത്തെ എപ്പിസോഡിലാണെങ്കിൽ നമ്മുടെ ഉർവശി അങ്ങനെ റൂമിൽ അങ്ങനെ നിൽക്കുന്നുണ്ട്. അതും ഈ ഗൗതമിൻ്റെ റൂമിൽ അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് സേറയും ചന്ദ്രശേഖരനും ഒക്കെ ആ റൂമിലുണ്ട്. അപ്പോൾ സേറ പറയുന്നുണ്ട് അവരെ പൂജയ്ക്ക് കൊണ്ടുവരണം എന്നായിരുന്നല്ലേ ഞാൻ പറഞ്ഞിരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ ഈ ഉർവശി പറയുന്നുണ്ട് ഞാൻ വിളിച്ചതാണ്, അവർ വരില്ല എന്ന് പറഞ്ഞതാണ് എന്നുള്ള കാര്യം ഇങ്ങനെ പറയാണ്. അതുകൊണ്ട് തന്നെ ഇനി നിങ്ങൾ വേണമെങ്കിൽ അങ്ങ് വിളിച്ചോളൂ, ഞാൻ ഇനി വിളിക്കാനൊന്നും പോകുന്നില്ല എന്നുള്ള കാര്യത്തിലൊക്കെ എന്തായാലും ഉർവശി ഈ സേറിനെ അങ്ങ് എതിർത്തൊക്കെ സംസാരിക്കണം. അപ്പോൾ എന്താടി പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സേറ വീണ്ടും ഈ ഉർവശിനെ അങ്ങ് തല്ലാൻ പോകുന്ന സമയത്ത് ഗൗതമി ഈ സേറയുടെ കൈ അങ്ങ് പിടിച്ചു വെക്കുന്നു. എന്നിട്ട് അവന് സേറിനോട് കാര്യത്തങ്ങ് സംസാരിക്കുകയാണ്. എൻ്റെ അമ്മനെ തല്ല നീ ആരാടി എന്നൊക്കെ അങ്ങനെ ചോദിച്ചിട്ട് അവനെ ഭയങ്കരമായിട്ട് അങ്ങ് ദേഷ്യപ്പെടുന്നുണ്ട് സേറിനോട്. അപ്പോൾ ആ ഒരു സമയത്ത് ഈ ചന്ദ്രശേഖരൻ വന്നിട്ട് ഈ ഗൗതമിൻ്റെ കാരണത്തിട്ട് ഒറ്റ അടി അങ്ങ് വെച്ച് കൊടുക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു ഷോക്കിൽ നിൽക്കുന്നുണ്ട്. ഇത്രയും സ്നേഹിച്ചിരുന്ന മകനെയും ഭാര്യനെയും അയാൾ അപ്പാടെ അങ്ങ് തള്ളി കളഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇനി ഗൗതം ഈ ഒരു അടിയിൽ നന്നാകുമോ ഇല്ലേ എന്നൊക്കെ നമുക്ക് എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എന്തായാലും ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ശ്യാമനെ എന്തായാലും രക്ഷിക്കപ്പെടുത്താൻ കഴിയില്ല എന്നുള്ളത് 100% ഉറപ്പുമായിരുന്നു. ഇനി എന്തായാലും ശ്യാമ ഇനി ഈ അടുത്ത കാലത്തെങ്ങാനും രക്ഷപ്പെടുമോ ഇല്ല എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഓക്കെ, നാളെ കാണാം. ബൈ ഓൾ.